ರಹಿತ ಪ್ರಭಾಷಕ ತನ್ನ ನಿರಂತರ ನಿರರ್ಗಳ ಸುಮಧುರ ಸುಶ್ರವ್ಯವಾದಂತಹ ಮಾತುಗಳ ಮೂಲಕ ನೆರೆದ ಜನಸ್ತೋಮವನ್ನೇ ನೆಬ್ಬೆರೆಗೊಳಿಸುವಂತಹ ಅಪ್ರತಿಮ ಮಾತಿನ ಮೋಡಿಗಾರ ಬಹುಮಾನ್ಯರಾದ ಬಶೀರ್ ಫೈಜಿ ದೇಶಮಂಗಲಂ ನಮ್ಮನ್ನುದ್ದೇಶಿಸಿ ಮಾತನಾಡಲಿದ್ದಾರೆ. SKSSF നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി SKSF-ന്റെ സംസ്ഥാന നേതാവും പ്രമുഖ പ്രഭാഷകനുമായ ബഷീർ ഫൈസി ദേശമംഗലത്തെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഹബീബിങ്ങളെ, പണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ വെച്ച് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹീത കരങ്ങളാൽ SKSSF-ന്റെ ആത്മപതാക സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും സത്താർ പന്തല്ലൂരും സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളും അടങ്ങുന്ന ഈ ജാഥ നായകന്മാർ ഏറ്റുവാങ്ങി അങ്ങ് ദൂരെ തിരുവനന്തപുരത്തുനിന്ന് ആരംഭിച്ച് തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും മധ്യ കേരളത്തിലും പിന്നെ മലബാറിലും വയനാടൻ മലയോരങ്ങളിലും സപ്തഭാഷാ സംഗമഭൂമിയായ ഉത്തര കേരളത്തിലും പിന്നെ കർണാടകയിലും എത്തി ഇന്നിവിടെ സമാപനം കൊള്ളുകയാണ്. ഈ സമാപന സ്വീകരണ വേദി കർണാടകയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും SKSSF-ഉം അവഗണിക്കാനാവാത്ത അജയ്യ ശക്തിയാണ് എന്ന് വിളിച്ചോതുന്ന സമാപനമാണ് പുത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരവങ്ങളില്ലാതെ ആശയങ്ങളെ കൈമാറിയിട്ടാണ് കഴിഞ്ഞ 13 ദിനരാത്രങ്ങൾ നമ്മുടെ നായകന്മാർ കേരളത്തിന്റെ ഒരു തല മുതൽ ഇങ്ങേ തല വരെ സഞ്ചാരം ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ കാലം ഏറ്റെടുക്കാൻ പോകുന്ന വരാനിരിക്കുന്ന അടുത്ത പതിറ്റാണ്ടിൽ മലയാളക്കരയിലെ സംഘടനാ ഭേദമന്യേ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു മഹാസന്ദേശത്തെയാണ് സമർപ്പിച്ചിട്ടുള്ളത് ഈ ജാഥ. SKSSF അതിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴത് ഏറ്റു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വലിയ പിന്തുണയാണ് ഈ ജാഥക്ക് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ SKSSF-നെ ഒരു മൂലക്കിരുത്താമെന്നൊക്കെ കരുതിപ്പോയ ചിലരെങ്കിലും നോക്കൂ, നിങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ആവേശത്തോടെ ഈ ജാഥയുടെ ഓരോ പോയിന്റിലും പങ്കെടുത്തവർ അവരുടെ ഫേസ്ബുക്കിൽ ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. എന്തായിരിക്കും കാരണം? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, SKSSF മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രമേയം ഇത് കാലഘട്ടം ചർച്ച ചെയ്യപ്പെടേണ്ട പ്രമേയമാണ്. വരാനിരിക്കുന്ന തലമുറയുടെ നവജാഗരണത്തിന്റെ കൊടി പറത്തേണ്ട മഹാസന്ദേശമാണ്. അസ്തിത്വം, അവകാശം തലമുറ വീണ്ടെടുക്കുന്നു എന്ന ഈ പ്രമേയം. നമ്മൾ ഈ അസ്തിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദീർഘമായി പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉപനായകൻ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ എന്നെ ക്ഷണിച്ച് അവസാനിപ്പിച്ചത്. മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അമര ശബ്ദമാണത്. അതേത് പരിതസ്ഥിതിയിലും വ്യത്യാസപ്പെടാതെ, ഏത് സാമൂഹിക വൈജാത്യങ്ങൾക്കിടയിലും വ്യത്യാസപ്പെടാതെ, ഏത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിലും വ്യത്യാസപ്പെടാതെ, അത് കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് മുസ്ലിമിന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. ആരുടെ മുന്നിലും അടിയറവ് വെക്കാത്ത, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധനയും ആരാധിക്കുകയില്ല എന്ന അമരനായക വർത്തമാനമാണത്. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക്
രാജകീയ ദർബാറിലേക്ക് കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങാതെ ഭക്ത്യാദരവുകൾ പ്രകടിപ്പിക്കുന്ന ആ കാലഘട്ടത്തിലെ പ്രകടനപരതകളൊന്നുമില്ലാതെ നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങാതെ റുസ്തമിന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ഈ ലോകത്തിന്റെ കുടുസതയിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയിലേക്ക് നയിക്കാനാണ് ഞങ്ങൾ വരുന്നത് എന്ന് തുടങ്ങുന്ന ഒരു മഹാപ്രഖ്യാപനം. അത് ഏതു ലോകത്തെയും ഏതു കാലത്തെയും മുസ്ലിമിന്റെ അസ്തിത്വബോധമാണ്. ഒരു സെക്യുലറിസത്തിന്റെ മുന്നിലും ഒരു അൾട്രാ സെക്യുലറിസ്റ്റിന്റെ മുന്നിലും അടിയറവ് വെക്കാത്ത ബോധമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇന്ത്യയിൽ മാറ്റം വരില്ല, അത് സൗദി അറേബ്യയിൽ മാറ്റം വരില്ല, അത് കർണാടകയിൽ മാറ്റം വരില്ല, അത് കേരളത്തിൽ മാറ്റം വരില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്, നമ്മുടെ അസ്തിത്വം ഇന്ത്യൻ മുസ്ലിമിന്റെ അസ്തിത്വമായി മാറും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യ ഒരു സെക്യുലറിസ്റ്റ് രാജ്യമാണ്, ലോകത്ത് നിന്ന് വ്യതിരിക്തമായ മഹാചരിത്രഗാഥകളുള്ള ഒരു രാജ്യമാണ്. ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. നോക്കൂ നിങ്ങൾ, കാടും മലകളും കുന്നും പുഴയും കടലുമുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ലോകത്തെ ഏത് രാജ്യത്തിനാണ് ഇങ്ങനെ അവകാശപ്പെടാൻ കഴിയുക? സൗദി അറേബ്യക്ക് നീണ്ട സൈകത ശൈലങ്ങളല്ലാതെ ഇങ്ങനെ മനോഹരിത അവകാശപ്പെടാൻ കഴിയുമോ? ഭാഷ നോക്കൂ നിങ്ങൾ, നമ്മുടെ കർണാടകയിൽ എത്തിയപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരൊക്കെ സംസാരിക്കുന്നത് നക്ക് നിക്ക് എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാഷ അല്ലേ? ഇവിടെയുള്ള കുറെ ഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്നത് കർണാട്ടിക് ഭാഷയാണ്. അഭിമന്യരായ SKSFന്റെ അഖിലേന്ത്യാ വിങ്ങിന്റെ കൺവീനർ ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് ഹിന്ദിയിലാണ്. ഞങ്ങൾ മലയാളികൾ മലയാളത്തിൽ സംസാരിക്കുന്നു. ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നു. ഭാഷയുടെ മനോഹരമായ വൈവിധ്യം ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിന് ഇങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്നുണ്ടോ? അമേരിക്കയിൽ എല്ലാവരും സംസാരിക്കുന്നത് അതിന്റെ കൊളോക്കിയൽ ലാംഗ്വേജിൽ വ്യത്യാസമുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നത്. ചൈനയിൽ ചൈനീസാണ് സംസാരിക്കുന്നത്. ഭാഷാപരമായ വൈവിധ്യങ്ങളുടെ മനോഹരിത ഇന്ത്യയുടെ പ്രത്യേകതയാണ്. വേഷം നോക്കൂ നിങ്ങൾ, ഉത്തരേന്ത്യയിലെത്തുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഹിന്ദുക്കളാണെങ്കിലും അവർ നിഖാബ് ധരിക്കുന്നുണ്ട്. അന്യപുരുഷന്മാരുടെ മുന്നിൽ മുഖം മറച്ച് സഞ്ചരിക്കുന്നവരാണ് അവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ. വേഷത്തിലെ പ്രത്യേകത, ഭക്ഷണത്തിലെ പ്രത്യേകത. ഇവിടെ ഇന്നത്തെ ഭക്ഷണം എന്തായിരുന്നു? കേരളത്തിലെ ഭക്ഷണം എന്താണ്? ഉത്തരേന്ത്യയിലെ ഭക്ഷണം എന്താണ്? വൈവിധ്യങ്ങൾ ഭാഷയിൽ, വേഷത്തിൽ, വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ, സാംസ്കാരികമായ വിനിമയങ്ങളിൽ പ്രത്യേകതയുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ വൈവിധ്യങ്ങളുടെ നടുവിലാണ് ഇസ്ലാമായി, മുസ്ലിമായി, ഇന്ത്യൻ മുസ്ലിമായി നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. അവിടെ എങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിം തന്റെ സ്വത്വബോധത്തെ അടയാളപ്പെടുത്തുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നെഞ്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് തീരദേശാഭിമാനിയായ ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആരുടെ മുന്നിലും അടിയറവ് വെക്കാത്ത ഈമാനികമായ അഭിനിവേശത്തോടുകൂടി നമ്മുടെ അവകാശങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാത്ത നിതാന്തമായ ജാഗ്രതായ വിശ്വാസത്തോടുകൂടി മറ്റൊരാളുടെയും അവകാശത്തെ ഇങ്ങോട്ട് പിടിച്ചെടുക്കാത്ത നീതിബോധമുള്ള വിശ്വാസധാരയോടുകൂടി ഇന്ത്യൻ മുസ്ലിമായി ജീവിക്കാൻ കഴിയണം. അതിവൈകാരികതയുടെയും അതിദേശീയതയുടെയും ഇടയിലുള്ള ദേശീയ മുസ്ലിമായി മാറാൻ കഴിയണം നമുക്ക്. ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ വിവാദമായ ഒരു പരാമർശമാണെന്ന് മറന്നുകൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത്. ഒരു ദേശീയ മുസ്ലിമായി മാറാൻ കഴിയുമോ നിങ്ങൾക്ക്? മുംബൈയുടെ തുറമുഖത്ത് താടിയും തൊപ്പിയും വെച്ച ഒരു മനുഷ്യന് ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അസ്തിത്വബോധമുള്ള, സ്വത്വബോധമുള്ള, ഇന്ത്യ പ്രസവിച്ച വീരനായികയായ ബീഗം ആബിദ പറയുന്നൊരു വാക്കുണ്ട്: നീ പാശ്ചാത്യന്റെ ഭാഷ പഠിക്കാനാണ് പോകുന്നത്, നീ പാശ്ചാത്യ ലോകത്തേക്കാണ് പോകുന്നത്. പക്ഷേ അവരുടെ ഭാഷ സ്വായത്തമാക്കിയാലും നിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. നിന്റെ ഉപ്പയത്തിയുമായി ആയപ്പോഴും നിന്നെ വളർത്തിയത്, നിന്നെ ഖുർആൻ ഹാഫിളാക്കിയത് മോനെ അള്ളാഹുവിന്റെ ദീനിനെ അടിയുറച്ചു നിൽക്കുന്ന ഒരു മുസ്ലിമാകാൻ വേണ്ടിയിട്ടാണ്.
പാശ്ചാത്യന്റെ ഭാഷ നീ കടമെടുക്കുമ്പോഴും അവന്റെ സംസ്കാരത്തെ നീ ജീവിതത്തിലേക്ക് പകർത്തരുത് എന്ന്. പടിഞ്ഞാറിന്റെ വലക്കണ്ണികളിൽ, പാശ്ചാത്യൻ വിരിച്ച വലക്കണ്ണികളിൽ ഈ ആമ്പാറ്റകളെ പോലെ ആർത്തു വീഴുന്ന മുസ്ലിം യുവതയുടെ മുന്നിൽ നൂറ്റാണ്ടിന് മുമ്പ് സംസാരിച്ച ബീഗം ആബിദ എന്ന് പറയുന്ന സ്വത്വബോധമുള്ള ഒരു ഇന്ത്യൻ മുസ്ലിമിനെ ഈ സമാപന രാത്രിയിൽ നെഞ്ചു ചേർത്ത് പിടിക്കുക. ആരായിരുന്നു ചെറുപ്പക്കാരൻ? താടിയും തുർക്കി തൊപ്പിയും അണിഞ്ഞ, ഷെർവാണി അണിഞ്ഞ ആ ചെറുപ്പക്കാരൻ ആരാണ്? ഇന്നും യുവാക്കൾക്ക് താടിയുണ്ട്, പക്ഷെ അത് സിനിമാ താരങ്ങള് അനുകരിക്കുന്ന താടിയാണ്. അത് സ്വത്വബോധത്തിന്റെ താടിയല്ല, അത് സിനിമാ താരങ്ങള് ഇഞ്ചോടിഞ്ച് അനുകരിക്കുന്ന താടിയാണ്. പക്ഷേ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഇന്ത്യ പ്രസവിച്ച വീരപ്പുലി സ്വത്വബോധത്തിന്റെ താടി വെച്ചവനായിരുന്നു. താടിയും തൊപ്പിയും ഇന്ന് വർഗീയതയുടെയും ഫാസിസത്തിന്റെയും ബിംബവൽക്കരണമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിത് പറയുന്നത്. അദ്ദേഹം ഓക്സ്ഫോർഡിൽ പോയി 0 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള, മരം കോച്ചുന്ന തണുപ്പുള്ള ലണ്ടനിലെ പതിരാവുകളിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരനും എഴുന്നേറ്റിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ സുഹൃത്ത് യങ് ഇന്ത്യയിൽ പിന്നീട് എഴുതുകയുണ്ടായി. കർണാടകയിലെ സഹോദരങ്ങളെ, SKICR-ലൂടെ ലോകമെമ്പാടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഓർക്കുക, തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുന്ന, അതും ലണ്ടനിൽ പോയി നിസ്കരിക്കുന്ന ആ മുസ്ലിമിന് ആരാണ് അറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം 4.5 വർഷക്കാലം അവിടെ ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടി പഠിച്ചു, ഇന്നത്തെ അഡ്വക്കേറ്റ് ബിരുദത്തിന് വേണ്ടി പഠിച്ചു. തിരിച്ചു വന്നു ഇന്ത്യയിൽ. ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീപ്പൊരി ഉണരുന്ന കാലമാണ്. ഗാന്ധിജി അടക്കമുള്ള സമര സഖാക്കളെ ബ്രിട്ടീഷ് കോടതി തടവിലിട്ട കാലമാണ്. അദ്ദേഹം തിരിച്ചു വന്നു. ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആംഗലേയ ഭാഷ അനസ്യൂത പ്രവാഹമായി അലമാല കണക്ക് ലോ പോയിന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഗാന്ധിജിയെയും സമര സഖാക്കളെയും പുറത്തിറക്കിയത് ധീരദേശാഭിമാനിയായ, അസ്തിത്വബോധമുള്ള ചെറുപ്പക്കാരനായ മുസ്ലിമായിരുന്നു. സഹോദരങ്ങളെ, സ്വന്തം അസ്തിത്വത്തിൽ അവബോധമുള്ള ഇന്ത്യൻ മുസ്ലിം എന്ന അസ്തിത്വമുള്ള ആ ചെറുപ്പക്കാരൻ അവരെ പുറത്തിറക്കി. കാലം പിന്നെയും കടന്നുപോയി. സഹന സമരമൊരുക്കിയ ഗാന്ധിജി പറഞ്ഞു, ലണ്ടനിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്, വട്ടമേശ സമ്മേളനം. ആരാണ് പോകേണ്ടത്? താടിയും തൊപ്പിയുമുള്ള, സ്വത്വബോധമുള്ള മുസ്ലിമായ, ദേശാഭിമാനിയായ മുസ്ലിമായ മൗലാന മുഹമ്മദ് അലിയെ ചൂണ്ടിയിട്ട് ആ മീറ്റിംഗിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞു, നിങ്ങളാണ് പോകേണ്ടത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ വൈദേശിക പരീക്ഷകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ അലമാലകൾ കുത്തികൊളുത്തി ഓടി നടന്ന മനുഷ്യൻ ഒരുപാട് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു, രോഗാതുരനായിരുന്നു. എങ്കിലും അദ്ദേഹം പോയി. പ്രിയപ്പെട്ടവരെ, സൂര്യനസ്തമിക്കാത്ത എന്ന് ഒരു ക്ലീശേ പോലെ നമ്മൾ ആവർത്തിച്ചു പറയുന്ന ഒരു മലയാള പദമാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമെന്ന്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. 32 കോളനി രാജ്യങ്ങളുടെ പ്രതിനിധികൾ പഞ്ചപുച്ഛമടക്കിയിരിക്കുകയാണ് ജോർജ് അഞ്ചാമന്റെ ബ്രിട്ടീഷ് അധിപതിയുടെ മുന്നിൽ. അങ്ങനെ ഓരോരുത്തരും അവരുടെ അവസരങ്ങളിൽ താണുകയാണ്. തങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നുണ്ട്. പാരതന്ത്ര്യത്തിന്റെ അടിമച്ചങ്ങലങ്ങളിൽ നിന്ന് മോചനം നൽകണമെന്ന് പറയുന്നുണ്ട്. തന്റെ അവസരം ലഭിച്ചപ്പോൾ മൗലാന മുഹമ്മദ് അലി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores Indian. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്നല്ല, ഞാൻ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രതിനിധി എന്നല്ല, ഞാൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ പ്രതിനിധി എന്നല്ല, ഞാൻ ഇന്ത്യയിലെ മതമില്ലാത്തവരുടെ പ്രതിനിധി എന്നല്ല, ഇന്ത്യക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം വേണം. ജോർജ് അഞ്ചാമൻ അനുവദിച്ചില്ല. 30 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. 32 മിനിറ്റ് സംസാരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അവസാനം 10 മിനിറ്റ് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രാക്തനമായ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് അമേരിക്കക്കാരന് 500 കൊല്ലത്തിനപ്പുറം ചരിത്രമില്ല, ബ്രിട്ടന് 300 കൊല്ലത്തിനപ്പുറം ചരിത്രമില്ല, ലോകത്തെ രാജ്യത്തിനും പ്രാക്തനമായ സാംസ്കാരികമായ ചരിത്രമില്ല. എന്റെ ഇന്ത്യക്ക്, എന്റെ ഭാരതത്തിന് 3000 കൊല്ലത്തെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടരവേ, സ്വത്വബോധമുള്ള ഒരു മുസ്ലിം ആയതുകൊണ്ട് ഏത് കോടതിയുടെ മുന്നിലും, ഏത് കൊട്ടാരത്തിന്റെ പ്രൗഢഗംഭീരമതയിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മൈ ബിലോവ്ഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ് സെഡ്. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഒരു ഉദ്ധരണി അദ്ദേഹം അവിടെ പറഞ്ഞു പോയപ്പോൾ ജോർജ് അഞ്ചാമൻ അത് സഹിച്ചില്ല. ഇന്നും മതചിഹ്നങ്ങൾ ചിലർക്ക് സഹിക്കാത്തതുപോലെ, മത സാംസ്കാരിക ചിഹ്നങ്ങൾ ചിലർക്ക് അലർജിയായതുപോലെ ജോർജ് അഞ്ചാമൻ ചാടി എഴുന്നേറ്റു. ബ്രിട്ടീഷ് അധിപതിയുടെ കണ്ണുകൾ ചുമന്നു, ദേശത്തല ചുണ്ടുകൾ ഉറച്ചു. മിസ്റ്റർ മുഹമ്മദ് അലി, സ്റ്റോപ്പ് ദേർ ആൻഡ് ഡോണ്ട് ഇറ്റ് ഗെറ്റ് ഹിയർ. നിന്റെ മുഹമ്മദിനെ ഇവിടെ നീ പറയണ്ട, നിന്റെ മുഹമ്മദിനെ നീ ഇവിടെ പറയണ്ട. നോക്കൂ ചെറുപ്പക്കാരാ, റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തികള് കിടുകിട വിറപ്പിച്ച വർത്തമാനകാല ശൗര്യം വീണ്ടെടുത്ത മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? എന്റെ നബിയെ പറയണ്ട എന്നോ? എന്റെ നബിയെ പറയണ്ട എന്നോ? എങ്കിൽ ഞാൻ പറയും, I say, firstly I am a Muslim. If you ask about my beloved Prophet Muhammad sallallahu alaihi wasallam, നീ എന്റെ നബിയെ കുറിച്ചാണോ പറഞ്ഞത്? I say, ഞാൻ പറയുന്നു, firstly I am a Muslim, secondly I am a Muslim, and finally I am a Muslim. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ മുസ്ലിമാണെടാ. എന്റെ സ്വത്വബോധത്തെ ഏതവസ്ഥയിലും ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലിയുടെ ആർജവമുള്ള ശബ്ദത്തെ ആരുടെ മുന്നിലും മടിയറ വെക്കാത്ത, ആര് ഭയപ്പെടുത്താൻ വന്നാലും ഫാസിസത്തിന്റെ ഒരു കാലം വരുന്നു, നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും പ്രസംഗപീഠത്തിലും നമ്മെ ഭയപ്പെടുത്തി പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ആർജവത്തോടെ വിളിച്ചു പറയേണ്ട മുദ്രാവാക്യമാണ് ചെറുപ്പക്കാരാ അത്. പ്രതിസന്ധികളുടെ തീമലകളെ, കനൽപ്പടങ്ങളെ തിരുമധുരമാക്കി നൂറ്റാണ്ടുകളെ അതിജയിച്ച മഹാപ്രസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയാണോ നരേന്ദ്രമോദി ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് ഫറോവയെ മുക്കിത്താഴ്ത്തിയ റബ്ബ്, ആകാശം മുട്ടാക്കിനിയുയർത്തിയ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇതിഹാസ സമാനമായി രക്ഷപ്പെട്ട ഇബ്രാഹിമിന്റെ റബ്ബ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂടെയില്ല എന്നോ? നമ്മുടെ കൂടെയില്ല എന്നോ? എവിടെയെങ്കിലും ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെടുന്നവരുടെ വീഡിയോ കർണാടകയിലെ മുസ്ലിമേ വൈകാരികതയ്ക്ക് വേണ്ടി, നിങ്ങളെ വൈകാരികമായി വലിച്ചെറിയാൻ വേണ്ടി വികാരവിക്ഷുബ്ധമായ രംഗങ്ങൾ ഒരുക്കുന്നവരുടെ മുന്നിൽ ഈ അമ്പറ്റകളെ പോലെ വലിച്ചെറിയപ്പെടേണ്ടവരല്ല. ഒരു മഹാദൗത്യത്തിന് തയ്യാറെടുക്കൂ എന്നാണ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം കേരളത്തിന്റെ ആത്മനായകൻ, നമ്മുടെ നിലപാടിന്റെ വജ്രനായകൻ, മഹാനായ പ്രിയപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അഭിവന്ദനായ സർദാർ പന്തല്ലൂർ സാഹിബ് ഈ 13 ദിവസക്കാലം വിളിച്ചു പറയാൻ ശ്രമിച്ചതാണ്. ഭയപ്പെടാതിരിക്കൂ നിങ്ങൾ, നിരാശപ്പെടാതിരിക്കൂ നിങ്ങൾ. ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്, സഞ്ചരിക്കാൻ ഈ തുരങ്കപാതകൾക്കപ്പുറം വെളിച്ചത്തിന്റെ ഒരു മഹാ വെളിച്ചത്തിന്റെ പ്രതലമുണ്ട്. നിരാശപ്പെടാതിരിക്കൂ ചെറുപ്പക്കാരാ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീ എന്റെ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, എന്റെ മതത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും മുസ്ലിമാണ്. SKSSF-കാരൻ വിളിച്ചു പറയണ്ടേ? എങ്ങനെ? ആരുടെ മുന്നിലാണ് നമ്മുടെ സ്വത്വബോധത്തെ അടിയറ വെക്കുന്നത്? ഭയത്തിന്റെ മുന്നിലോ, വികാരത്തിന്റെ മുന്നിലോ, ഫാഷിസത്തിന്റെ ഈ കനല് കത്തുന്ന കാലത്ത് ഒരാളുടെ മുന്നിലും അടിയറ വെക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയണം. അതാരുടെ മുന്നിലും ആരെയും വെറുതെ ആക്രമിക്കാനല്ല. ഞാൻ ഇത്തിരി ശബ്ദം കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതാരെയും ആക്രമിക്കാനല്ല, അത് അന്യവരെ സ്നേഹിക്കാനുള്ളതാണ്. ഇന്ന് എന്നേക്കാൾ ശക്തമായി വിളിച്ചു പറഞ്ഞ ബദരീങ്ങളില്ലേ, സഹാബത്തില്ലേ, അവരന്യവരെ ഹക്കല്ലാതെ നിഗ്രഹിച്ചിട്ടില്ല. അയൽവാസിയെ സ്നേഹിക്കൂ എന്ന് പഠിപ്പിച്ച നബി അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നേക്കാൾ നിങ്ങളെക്കാൾ കൂടുതൽ ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞവരാണ് അവർ. അക്രിം ജാറക വലൗ കാന കഫറ, നിന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിലും നീ അവനെ സ്നേഹിക്കണേ, റെസ്പെക്ട് ചെയ്യണേ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച ഖുർആൻ പറഞ്ഞത് വല തസ്ബിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫാ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും സമമല്ല കേട്ടോ. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമേ എന്നാണ്. തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമല്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, നീ എന്റെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, if you ask about my beloved nation, നീ എന്റെ പ്രിയപ്പെട്ട രാജ്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, I say firstly I am Indian, secondly I am Indian, and finally I am Indian.
ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് വിളിച്ചു പറഞ്ഞു മൗലാന മുഹമ്മദ് അലി ജോഹർ. ആ മൗലാനയുടെ പിന്മുറക്കാരാണ് നമ്മൾ. നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ ഇന്ത്യക്കാരാണോ അല്ലെ? പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണോ, മൂർക്കേണ്ടവരാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ മണ്ണടരുകളിൽ വേരാഴ്ത്തി നിൽക്കുന്നുണ്ട് മുസ്ലിമേ എന്റെയും നിന്റെയും സ്വത്വബോധം. ഈ രാജ്യത്തിന്റെ ജനിതമായ മണ്ണടരുകളിൽ നമ്മൾ വേരാഴ്ത്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെ രക്തം വൊമിറ്റ് ചെയ്തു. അദ്ദേഹം വീണു. 4-5 ദിവസം അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. മരണമുറപ്പായ വേളയിൽ, രക്ഷാസാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ വേളയിൽ അദ്ദേഹം വസിയത്ത് എഴുതി. നേരത്തെ നമ്മുടെ നായകൻ സത്താർ പന്തല്ലൂർ ബഹദൂർ ഷാ സഫറിന്റെ വീരഗാഥകൾ പറഞ്ഞില്ലേ ഇവിടെ? എന്താണ് വസിയത്ത്? അത് BJP-കാരന് മനസ്സിലാകുമോ? അത് ഫാസിസ്റ്റുകൾക്ക് മനസ്സിലാകുമോ? ഇന്ത്യൻ മുസ്ലിമിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് മനസ്സിലാകുമോ? എഴുതിയ വസിയത്തിലെ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ്? ഞാൻ മരിച്ചു കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ എന്റെ ജനാസ എന്ത് വില കൊടുത്തും എന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം. എന്റെ ഗാന്ധിജി സ്വാതന്ത്ര്യം വാങ്ങി വരാനാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്. എന്റെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ച് ഞാൻ എന്റെ രാജ്യത്തെ മണ്ണിൽ കിടക്കട്ടെ എന്ന് പറയുന്ന മനുഷ്യനാരാ? ഇനി അഥവാ ഞാൻ മരിച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ലെങ്കിൽ ഇവിടെ മറവ് ചെയ്യരുത്. ഈ ആധിപത്യത്തിന്റെയും അനീതിയുടെയും ലോകത്തിന്റെ മറവ് ചെയ്യരുത്. നിരന്തരമായ പോരാട്ടങ്ങളുടെ ശോണിവമൂത്ത പടക്കളമായ പ്രവാചകന്മാരുടെ പദവങ്കജം പതിഞ്ഞ് ഫലസ്തീനിൽ എന്നെ മറവ് ചെയ്യണം. ചെറുപ്പക്കാരാ, ഇന്ത്യക്കാരാ, ധീരദേശാഭിമാനിയായ മൗലാന മുഹമ്മദ് അലി എവിടെയാണ് കിടക്കുന്നത്? ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയുടെ വലത്തു കിഴക്കേ മൂലയിൽ ഇന്നും അവിടെ ഒരു മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മുജാഹിദുൽ ഹിന്ദ്, മുജാഹിദുൽ ഹിന്ദ്. RSS-കാരൻ അത് മനസ്സിലാകുമോ? മുജാഹിദുൽ ഹിന്ദ്, ദ സോൾജിയർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പോരാളി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭയപ്പെടാതിരിക്കൂ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിങ്ങനെ വൈകാരിക വിക്ഷുബ്ധതയിൽ വീണുപോകേണ്ടവരല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുശാസിക്കുന്ന നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ അവകാശത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മുംബൈയുടെ റോട്ടി നിർമ്മാണശാലകളിൽ തീയും കരിയും ഏറ്റ് വീഴേണ്ടവനല്ല ഇന്ത്യൻ മുസ്ലിം. രാജസ്ഥാനിലെ മാർബിൾ കോറികളിൽ ശരീരം വീണ്ടുകീറി നിലവിളിക്കേണ്ടവനല്ല ഇന്ത്യൻ മുസ്ലിം. കൊൽക്കത്തയുടെ നഗരവീഥികളിൽ വിയർത്തൊലിച്ച് റിക്ഷാ വണ്ടി വലിക്കുന്നവനുണ്ട്, അങ്ങനെയാകേണ്ടവനല്ല ഇന്ത്യൻ മുസ്ലിം. ബാംഗ്ലൂരിന്റെ നഗരവീഥികളുടെ നാറുന്ന കാനകൾക്ക് മുകളിൽ ചെരുപ്പ് കുത്തുന്നവനാകേണ്ടവനല്ല ഇന്ത്യൻ മുസ്ലിം. ഈ രാജ്യത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സമുദായത്തിന്റെ പിൻഗാമികൾ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടണം. രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിൽ പങ്കാളികൾ വഹിക്കണം. രാജ്യത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 13 ദിവസക്കാലം കേരളത്തോട് വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, ഒരു വീട്ടിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടാകട്ടെ. ചിരിച്ചു തള്ളാൻ നമുക്ക് വേണമെങ്കിൽ അത് ചിലർക്കെങ്കിലും അതിലെന്ത് കാര്യമെന്ന് വിളിച്ചു പറയാം. പക്ഷേ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ആ വാക്കിന്റെ നിലപാടിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. 970-ൽ അൽ-ഖോബാറിൽ വലിച്ചെറിയപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിമെ ഗൾഫ് കുടിയേറ്റം ഇന്ത്യയുടെ സമ്പദ്ഘടനയെ വലിയ തോതിൽ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഗൾഫ് ആ സമ്പന്നതയുടെ പുറമേടിയിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്ന് ഗൾഫിലേക്ക് പോയപ്പോൾ പാലായിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വയനാടൻ മലനിരകളിലേക്ക്, കോഴിക്കോടിന്റെ മലയോര ഗ്രാമങ്ങളിലേക്ക് കുടിയേറ്റം ചെയ്തു നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ. ഞാനത് വർഗീയമായിട്ടല്ല പറയുന്നത്, അവർ ബുദ്ധി പ്രയോഗിക്കുകയായിരുന്നു. നമ്മളോ SSLC തോറ്റാൽ ഉടനെ വിസ, UAE-യിലേക്ക് ഒരു വിസ. കർണാടകയിലും അങ്ങനെ തന്നെയല്ലേ? മംഗലാപുരത്ത് നിന്ന് ലോഞ്ചുകൾ ഒരുപാട് കയറിപ്പോയിട്ടുണ്ട്. മംഗലാപുരം വാർഫിൽ നിന്ന് കള്ള ലോഞ്ചുകൾ ഒരുപാട് കയറിപ്പോയിട്ടുണ്ട് അൽ-ഖോബാറിലേക്ക്. നോക്കൂ നിങ്ങൾ, അവരവിടെ ഉഴുതു നിലം മറിച്ചു, തരിശു നിലങ്ങൾ വിലക്ക് വാങ്ങി, റബ്ബറും കപ്പയും ഇഞ്ചിയും മേലവും കുരുവളവും നട്ടപ്പോൾ മാറി നിന്ന മുസ്ലിം പറഞ്ഞു, എന്തൊരു വിഡ്ഢിയാണ് ക്രിസ്ത്യാനികള്, പാലക്കാരൻ എന്തൊരു വിഡ്ഢിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തരിശു നിലങ്ങൾ വിള നൽകി ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ
മലബാറിന്റെ ഹിമസാനുക്കളിൽ വളർന്നു വികസിച്ചു. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കോഴിക്കോട് നിന്ന്, നിലമ്പൂരിൽ നിന്ന്, മണ്ണാർക്കാട് നിന്ന്, താമരശ്ശേരിയിൽ നിന്ന് പോകുന്ന KSRTC ബസ്സിനൊക്കെ ഒരു പേരുണ്ട്, പാലാ ചങ്ങനാശ്ശേരി. അതൊരു ഗവേഷണം പോലെ മലയാളികൾ പഠിക്കേണ്ടതാണ്. കർണാടകയിൽ വെച്ച് തന്നെ പറയട്ടെ, പാലാ ചങ്ങനാശ്ശേരി എന്താ വല്ല തീർത്ഥാടന കേന്ദ്രമാണോ പാലാ ചങ്ങനാശ്ശേരി? അല്ല, അവിടുന്ന് ഒരുപാട് കുടിയേറ്റ കർഷകർ ഇവിടെയുണ്ടായി. നമ്മൾ വലിയ മതിലുകൾ പണിതു, നമ്മള് പോഷ് കാണിക്കാൻ ഹൈഹീലിന്റെ ചെരുപ്പിട്ടു, ഗൾഫിൽ നിന്ന് വന്നു. റോയൽ മിറാജിന്റെ മണം നമ്മുടെ അങ്ങാടികളിൽ പരത്താൻ ശ്രമിച്ചു. നല്ല കാര്യം, നല്ല ഗേറ്റ്, നല്ല മതില്, നല്ല വീട്. പക്ഷെ അവരൊന്നും സമ്പാദ്യം ഉണ്ടാക്കിയില്ല. ഇനി ഗൾഫിലേക്ക് പോകാനുള്ള ശ്രമം നടക്കുമോ എന്നറിയില്ല. നോക്കൂ നിങ്ങൾ, ആ പ്രവാസികളെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മതസ്ഥാപനങ്ങൾ വളരുന്നതിൽ, മതകീയമായ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളിൽ അവരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ പുതിയ തലമുറയോടാണ് സംസാരിക്കുന്നത്. ഇനിയും ഗൾഫ് മോഹം കൊണ്ട് പോകേണ്ട. പഴയ പാലായിൽ കയറിയ വിഡ്ഢി എന്ന് പറയുന്ന ക്രിസ്ത്യാനി സമ്പന്നതയുടെ മടിത്തട്ടിലാണ്. അവകാശങ്ങളൊക്കെ അവർ അവരുടെ ശക്തി കൊണ്ട് നേടിയെടുത്തു. ഒരു സ്റ്റേറ്റില് അല്ല ഒരു നിയമസഭാ മണ്ഡലത്തില് ആരു മത്സരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരു വലിയ വൻ ശക്തിയായി ക്രിസ്ത്യാനികൾ മാറിക്കഴിഞ്ഞില്ലേ? ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അവരുടെ അരമനകളിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായില്ലേ? അവരെക്കാൾ വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു രാഷ്ട്രീയ തമ്പുരാന്റെ മുന്നിലും അടിയറവ് വെക്കാതെ നിലപാട് പറയാൻ നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. SKS വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന, പരസ്പരം വരുന്ന ദശലക്ഷക്കണക്കിന് അനുയായികളുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF. ഇനി പിന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകളിലേക്ക്, അസ്തിത്വബോധമുള്ള തലമുറയിലേക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ നമ്മുടെ ആളുകൾ ഉണ്ടാകട്ടെ. എത്രയെത്ര പരസ്യങ്ങൾ വരുന്നു നമ്മുടെ ഗസറ്റിൽ. നമ്മൾ ആരെങ്കിലും പരിശോധിക്കാറുണ്ടോ? ഞാൻ സമയം വൈകിയെന്ന് എനിക്കറിയാം. ഒറ്റ ഉദാഹരണം, വെറുതെ അങ്ങനെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ഒറ്റ ഉദാഹരണം നോക്കൂ നിങ്ങൾ. എല്ലാവരും തള്ളിക്കളയുന്ന, ഒരുപക്ഷെ നമ്മുടെ മഹല്ലുകളിലൊക്കെ മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരു സംഭവം ഞാൻ ഉദാഹരണമായി പറയാം. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർവീസിൽ ഓഫീസറാവാൻ ഒരു സുവർണ അവസരം. നിങ്ങളിത് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, തുടക്കത്തിൽ ശമ്പളം 47,600 രൂപയാണ്. അവിടെ നിങ്ങളുടെ പ്ലസ് കൂടും. എങ്ങനെയാണ് അതുണ്ടാവുക? കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഓഫീസർമാരാകാൻ ബിരുദക്കാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കേവലം സിവിൽ സർവീസ് മാത്രമല്ല, IAS-ന് 2-3 അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ശ്രമിക്കാൻ കഴിയുന്ന ഒന്നാണിത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അവർ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ CGL പരീക്ഷയ്ക്കുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അതൊന്നും ചിന്തിക്കില്ല. എങ്ങനെയാണ് UAE-യിൽ പോയി കഫ്റ്റീരിയ നടത്തുക, എങ്ങനെയാണ് സൗദി അറേബ്യയിൽ ഒരു ബക്കാല തുടങ്ങുക എന്ന് ചിന്തിക്കുന്നത് മാറ്റിവെക്കൂ സഹോദരങ്ങളെ. നിങ്ങൾ ഗസറ്റ് വിജ്ഞാപനങ്ങൾ ശ്രദ്ധിക്കണം, ഗവൺമെന്റ് ഓർഡറുകൾ ശ്രദ്ധിക്കണം. IAS IPS പരീക്ഷകൾ കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഉന്നത പോസ്റ്റുകളിലേക്ക് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണിത്. ഇൻകം ടാക്സ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, CBI ഇൻസ്പെക്ടർ. നോക്കൂ നിങ്ങൾ, CBI-യിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? എനിക്കറിയില്ല അതിന്റെ കൃത്യമായ ഒരു വിവരം എന്ത്. ഇന്ത്യൻ ആർമിയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന വിവരം നമുക്ക് കിട്ടില്ല. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അന്വേഷിച്ചാൽ പോലും ഇന്ത്യൻ ആർമിയിലെ വിവരം കിട്ടില്ല. അത് ഇന്ത്യയുടെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ CBI-യിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, കേരളത്തിലെ കർണാടകയിലെ NIA നടത്തുന്ന തേർവാഴ്ച കേൾക്കുന്നവരെ, കാണുന്നവരെ, നിങ്ങൾ അവരിൽ ഏതെങ്കിലും ഒരു ഓഫീസറുടെ പേര് ബഷീർ എന്ന് കണ്ടിട്ടുണ്ടോ? സത്താർ എന്ന് കണ്ടിട്ടുണ്ടോ? ഹമീദ് എന്ന് കണ്ടിട്ടുണ്ടോ? ജാഫർ എന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ നമുക്ക് അന്യമാണെന്ന് എന്നൊരു ബോധം നമുക്ക് തന്നെ വന്നു പോയിട്ടുണ്ട്. വിദേശകാര്യ വകുപ്പിലെ ഉന്നത പോസ്റ്റുകൾ എന്നിവയിലേക്കൊക്കെയാണ് നിയമനം ലഭിക്കുക. കേരളത്തിൽ ഉൾപ്പെടെ ഇത്തവണ 6,500-ലധികം ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ, കർണാടകയിൽ അതിന്റെ പരീക്ഷാ സെന്ററുകളുണ്ട്.
3 ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷ വഴി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്റർവ്യൂ ഇതിനില്ല. നോക്കൂ, നിങ്ങൾ ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ ഓൺലൈനിലാണ് പരീക്ഷ വഴി ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. എന്താണ് അതിലുള്ള യോഗ്യത? ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, BA ആകട്ടെ, BSc ആകട്ടെ, BBA ആകട്ടെ, BTech ആകട്ടെ, BCom ആകട്ടെ, BC ആകട്ടെ, MBBS ആകട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാകണം. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഇത് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ടാൽ തുടക്കം തന്നെ 47,600 മുതൽ 1,51,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നു. അതിന്റെ സ്കെയിൽ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ അനേകം ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപേക്ഷാ ഫീസിന് 100 രൂപ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് പരീക്ഷാ ഫീസ് പോലും ഇല്ല. നോക്കൂ നിങ്ങള്, ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതൊക്കെ ഈ സമൂഹത്തിലുള്ള ഇവിടെയുള്ള മറ്റു മതവിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം കുടിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളതിൽ ശ്രദ്ധ പതിപ്പിക്കണം. അങ്ങനെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാല് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടാകട്ടെ. അവൻ നമുക്ക് വേണ്ടി അനർഹമായി ഒന്നും നേടിത്തരില്ല, പക്ഷെ നീതിയോടെ കാര്യങ്ങൾ നടത്തും. മനോഹരമായ സുപ്രഭാതങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ത്യയുടെ സാംസ്കാരിക ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. കുടിലും കുലങ്ങളും ചുട്ടു ചാമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്തം, പടുമൊഴികളോടാത്ത തളരും മനുഷ്യന്റെ തലവെട്ടി നിൽക്കാത്ത കുതറും മനുഷ്യന്റെ കുടൽ മാല ചോർക്കാത്ത എന്റെ നാട് ഇന്ത്യ ജയിക്കട്ടെ. അസ്തിത്വമുള്ള മുസ്ലിമിന്റെ പുതിയ പുലരികൾ, യുവാക്കളുടെ നവജാഗരണത്തിന്റെ കൊടി പറത്താൻ SKSSFന്റെ ഈ സന്ദേശയാത്ര കാരണമാകട്ടെ. ജയ് ഹിന്ദ്. വാഹിറ ദഅവതി. അസ്സലാമു അലൈക്കും. തന്റെ ആവേശകരമായ വാഗ്ദോരണികളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തെ കുറിച്ച് പ്രതിപാദിച്ച ബഷീർ ഫൈസി ദേശമംഗലം, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തത് ആദരിക്കൽ ചടങ്ങ്. അസ്തിത്വം അവകാശം യുവനിര നേടിയെടുക്കുന്നു എന്ന പ്രമേയവുമായി 13 ദിവസം നീണ്ടുനിന്ന മുന്നേറ്റ യാത്രയുടെ സമാപനം പുത്തൂരിന് ചരിത്രഭൂമിയിൽ സമാപനം കുറിക്കുമ്പോൾ ഇതാ പാണക്കാടിന്റെ മുത്ത് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ ജാഥാനായകനായി കടന്നു വന്ന ജാഥാംഗങ്ങളുടെ ആദരിക്കൽ ചടങ്ങ്. ಸ್ವಾಗತ ಸಮಿತಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳನ್ನ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದಾವೆ. ಕೊನೆಯದಾಗಿ ಒಂದೇ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮಾತ್ರ ನಮ್ಮ ಮುಂದೆ ಬಾಕಿ ಇದೆ. ಅದು ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. SKSSFನ ಈ ಒಂದು ಮುನ್ನಡೆ ಯಾತ್ರೆಯ ನಾಯಕರನ್ನ ಸೈಯದ್ ಹಮೀದ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್ ಅವರನ್ನ ಪೇಟ ಧರಿಸಿ SKSSF ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದಂತಹ ಬಹುಮಾನ್ಯ ಅಮೀರ್ ತಂಗಳ್ ರವರು ಗೌರವಿಸ್ತಾ ಇದ್ದಾರೆ. ಸ್ವಾಗತ ಸಮಿತಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳನ್ನ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದಾವೆ. ബഹുമാനപ്പെട്ട സയ്യദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ SKSFന്റെ ജില്ലാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യദ് അമീർ തങ്ങൾ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ടവർക്ക് മെമന്റോ നൽകിക്കൊണ്ട് ആദരിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ അവരുകളെ സത്താർ പന്തല്ലൂർ
അതേപോലെ ജാഥാ നായകന്മാരെ വേദിയിൽ വെച്ചുകൊണ്ട് ആദരിക്കുന്നു. SKSF ವಿಕಾಯದ ಎಲ್ಲ ಕಾರ್ಯಕರ್ತರನ್ನ ನಿಮ್ಮ ಚೇರ್ಮನ್ ಆದಂತಹ ಸೈಯದ್ ಇಸ್ಮಾಯಿಲ್ ತಂಗಲ್ರವರು ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಕರೆಯುತ್ತಾ ಇದ್ದಾರೆ. ವೇದಿയിലുള്ള ജാഥാ നായകന്മാരെ SKSF സ്വാഗത സമിതി ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളടക്കമുള്ള സത്താർ പന്തല്ലൂർ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും മെമന്റോ നൽകിക്കൊണ്ട് ആദരിക്കുന്നു. ವಿಕಾಯದ ಎಲ್ಲ ಸ್ವಯಂ ಸೇವಕರುಗಳು ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಬರಬೇಕಾಗಿ ಸೈಯದ್ ಇಸ್ಮಾಯಿಲ್ ತಂಗಲ್ರವರು ಕರೆಯುತ್ತಾ ಇದ್ದಾರೆ. SKSFನ ಮುನ್ನಡೆ ಯಾತ್ರೆಯ ಎಲ್ಲ ಸಾರಥಿಗಳನ್ನ ವೇದಿಕೆಯಲ್ಲಿ ಗೌರವಿಸ್ತಾ ಇದೆ. SKICR മീഡിയയുടെ എല്ലാ ഭാരവാഹികളും വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജാഥയുടെ ഉടനീളം വന്ന എല്ലാ ഡ്രൈവർമാരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ಕಳೆದ ಡಿಸೆಂಬರ್ 30ನೇ ತಾರೀಕಿನಂದು ಕೇರಳದ ತಿರುವನಂತಪುರಂನಿಂದ ಆರಂಭಗೊಂಡು ಜಿಲ್ಲೆಗಳನ್ನ ದಾಟಿ ಇದೀಗ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಪುತ್ತೂರಿನ ಸದಾತ್ ನಗರದಲ್ಲಿ ಸಮಾಪ್ತಿಗೊಳ್ತಾ ಇದೆ SKSFನ ಮುನ್ನಡೆ ಯಾತ್ರೆ. ಅಸ್ತಿತ್ವ ಹಕ್ಕು ಯುವಜನ ಮರಳಿ ಪಡೆಯುತ್ತಿದೆ ಎಂಬ ಧ್ಯೇಯವಾಕ್ಯದೊಂದಿಗೆ SKSFನ ಕೇಂದ್ರೀಯ ಅಧ್ಯಕ್ಷರಾದಂತಹ ಸೈಯದ್ ಹಮೀದ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಲ್ರವರ ನಾಯಕತ್ವದಲ್ಲಿ ತಂಗಲ್ರವರ ಸಾರಥ್ಯದಲ್ಲಿ ಆರಂಭಗೊಂಡಂತಹ ಮುನ್ನಡೆ ಯಾತ್ರೆ ಇದೀಗ ಸಂಪ್ಯದ ಸದಾತ್ ನಗರದಲ್ಲಿ ಸಮಾಪ್ತಿಯನ್ನಾಗೊಳ್ತಾ ಇದೆ. ಎಲ್ಲ ಗೌರವಾನ್ವಿತ ಅತಿಥಿಗಳನ್ನ, ಜಾಥಾ ನಾಯಕರುಗಳನ್ನ, ಅವರೊಂದಿಗೆ ಸಹಕರಿಸಿದ ಮೀಡಿಯಾದವರನ್ನ, ಆ ಜಾಥಾದಲ್ಲಿ ಬಂದಂತಹ ಎಲ್ಲ ಚಾಲಕರುಗಳನ್ನ ಗೌರವಿಸುವುದರ ಮೂಲಕ ಈ ಒಂದು ಸುಂದರವಾದಂತಹ ಸಮಾರಂಭ ಇಲ್ಲಿ ಸಮಾಪ್ತಿಯನ್ನ ಕಾಣ್ತಾ ಇದೆ. ಮುನ್ನಡೆ ಯಾತ್ರೆಯ ಸಮಾರೋಪ ಸಮಾರಂಭದ ಸ್ವಾಗತ ಸಮಿತಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳನ್ನ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ವಿಕಾಯ കേന്ദ്ര ചെയർമാൻ സലാം ഫാറൂഖ് അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. SKSFನ ಎಲ್ಲ ಜಿಲ್ಲಾ ನಾಯಕರುಗಳನ್ನ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. SKSF ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಎಲ್ಲ ನಾಯಕರುಗಳನ್ನ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಇದೊಂದು സുന്ദര ക്ഷಣ. SKSF ഇസയുടെ 4 ആൾക്കാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇസയുടെ 4 ആൾക്കാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സലാം ഫറൂഖ് അവറുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മഹനീയരെ, ಇದೊಂದು ಸುಂದರವಾದಂತಹ ಕ್ಷಣ. SKSF
ಇಟ್ಟಗಾಲನ್ನ ದಿಟ್ಟವಾಗಿ ಸ್ವೀಕರಿಸುವುದೇ SKSSFನ ಸ್ವಭಾವ. ಇಟ್ಟ ಹೆಜ್ಜೆಯನ್ನ ದಿಟ್ಟತನದಿಂದ ಸ್ವೀಕರಿಸುವುದೇ SKSSFನ ಗುಣ. ಇದು SKSSF ಹಮ್ಮಿಕೊಂಡಂತಹ ಯಾತ್ರೆ. ಕೇರಳದ ತಿರುವನಂತಪುರದಿಂದ ಆರಂಭಗೊಂಡಂತಹ ಈ ಒಂದು ಸುಂದರವಾದಂತಹ ಯಾತ್ರೆ ಕೇರಳ, ತಮಿಳುನಾಡುಗಳನ್ನ ದಾಟಿ ಕರ್ನಾಟಕದ ವಿವಿಧ ಜಿಲ್ಲೆಗಳಲ್ಲಿ ಸಂಚರಿಸಿ ಇದೀಗ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ 2 ಕೇಂದ್ರಗಳಲ್ಲಿ ಸ್ವೀಕಾರ ಸಮಾರಂಭವನ್ನ ಮುಗಿಸಿಕೊಂಡು ಕೊನೆಯದಾಗಿ ಪುತ್ತೂರು ವಲಯಕ್ಕೊಳಪಟ್ಟಂತಹ ಸಂಪ್ಯ ಸಾದಾತ್ ನಗರದಲ್ಲಿ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಬಹಳ ಯಶಸ್ಸಿನೊಂದಿಗೆ ಈ ಒಂದು ಮುನ್ನಡೆ ಯಾತ್ರೆಯು ಪರಿಸಮಾಪ್ತಿಯನ್ನಾಗೊಳ್ತಾ ಇದೆ. ಈ ಒಂದು ನಿಟ್ಟಿನಲ್ಲಿ ನಮ್ಮೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶಕರಾದಂತಹ ಅನೇಕ ಉಲಮಾ ಉಮರ ನೇತಾರರು ಕೈಜೋಡಿಸ್ತಾ ಇದ್ದಾರೆ. ಸಮಸಗಿರಲ ಜಮೀಯತುಲ್ ಉಲಮಾ ಎಂಬ ಮಹತ್ತರವಾದಂತಹ ಉಲಮಾ ಒಕ್ಕೂಟದ ಅನುಸರಣೆಯುಳ್ಳಂತಹ ವಿದ್ಯಾರ್ಥಿ ಸಂಘಟನೆ SKSSF ಹಮ್ಮಿಕೊಂಡಂತಹ ಈ ಒಂದು ಸುಂದರವಾದಂತಹ ಸಮಾರಂಭ ವೇದಿಕೆಯಲ್ಲಿ ನಡೀತಾ ಇದೆ. ಸಂಪ್ಯ ಸಾದಾತ್ ನಗರದಲ್ಲಿ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಜರುಗ್ತಾ ಇದೆ. ಇದು SKSSF ಹಮ್ಮಿಕೊಂಡಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ. ಡಿಸೆಂಬರ್ 30ನೆಯ ತಾರೀಕಿನಂದು, ಡಿಸೆಂಬರ್ 29ನೆಯ ತಾರೀಕಿನಂದು ಪಾಣಕ್ಕಾಡು ಕೊಡಪಣಕಲ್ ಮನೆತನದ ಸುಪುತ್ರರಾದಂತಹ ಸಮಸಗಿರಲ ಜಮೀಯತುಲ್ ಉಲಮಾ ಇದರ ಉಪಾಧ್ಯಕ್ಷರು ಆಗಿರತಕ್ಕಂತಹ ಬಹುಮಾನ್ಯ ಸೈಯದ್ ಹೈದರ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಲ್ರವರಿಂದ ಧ್ವಜ ಪಾದಾರ್ಪಣೆಗೈಯುವ ಮೂಲಕ ಈ ಒಂದು ಮುನ್ನಡೆ ಯಾತ್ರೆಗೆ ಉದ್ಘಾಟನೆಗೊಂಡಿತ್ತು. ಡಿಸೆಂಬರ್ 30ರಂದು ಕೇರಳದ ತಿರುವನಂತಪುರಂದಿಂದ ಆರಂಭಗೊಂಡಂತಹ ಈ ಒಂದು ಯಾತ್ರೆ ಪಾಣಕ್ಕಾಡು ಸೈಯದ್ ಹಮೀದ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಲ್ರವರ ಸಾರಥ್ಯದಲ್ಲಿ ಸೈಯದ್ ಫಖ್ರುದ್ದೀನ್ ತಂಗಲ್, ಅದೇ ರೀತಿ ಸತ್ತಾರ್ ಪಂದಲ್ಲೂರ್, ಬಶೀರ್ ಫೈಜಿ ದೇಶಮಂಗಲಂ, ರಶೀದ್ ಫೈಜಿ ವೆಳ್ಳೈಕೋಡ್ರವರಂತಹ ಅತಿರಥ ಮಹಾರಥರಾದ ನೇತಾರರ ಸಾರಥ್ಯದಲ್ಲಿ ಮುಂದೆ ಸಾಗಿ ಬಂದಂತಹ ಈ ಒಂದು ಸುಂದರವಾದಂತಹ ಮುನ್ನಡೆ ಯಾತ್ರೆ ಇದು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಪುತ್ತೂರು ವಲಯಕ್ಕೊಳಪಟ್ಟಂತಹ ಸಂಪ್ಯ ಸಾದಾತ್ ನಗರದಲ್ಲಿ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ സമാപ്തിಯನ್ನ കാൺತಾ ಇದೆ. കേരളത്തിലെ തിരുവനന്തപുരത്തിൽ നിന്ന് ആരംഭിച്ച ഈ മുന്നേറ്റ യാത്ര കേരളത്തിലും തമിഴ്നാട്ടിലും പല ജില്ലകളിലും താണ്ഡവം ചെയ്ത് ദക്ഷിണ കന്നഡ ജില്ലയിലെ